മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വ്യാപക ക്രമക്കേട് നടന്നുവെന്ന് രമേശ് ചെന്നിത്തല. നിയോജക മണ്ഡലങ്ങളിൽ 10,000 പുതിയ വോട്ടർമാരെ കൂട്ടിച്ചേർത്തു. ഇവിഎമ്മിലടക്കം ക്രമക്കേട് നടന്നിട്ടും നടപടിയെടുത്തില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. നിയോജക മണ്ഡലത്തിൽ പുതുതായി 10,000-ലധികം വോട്ടർമാരെ ചേർത്തതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പരാതി കൊടുത്തിരുന്നതാണ്. ഒരു നടപടി ഉണ്ടായില്ല. വോട്ടർമാരെ വെട്ടിമാറ്റി 10,000 പേരെ വീതം പുതുതായി ചേർക്കുന്നു. അതുപോലെ ലാസ്റ്റ് വോട്ടർ ഏറ്റവും അവസാനം വോട്ടിംഗ് അവസാനിക്കാൻ 1 മണിക്കൂറുള്ളപ്പം കാണിച്ചിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യത്യസ്തമായി പിന്നീട് 75 ലക്ഷം വോട്ടർമാരെ പുതുതായി ചേർക്കുന്നു. തുടങ്ങിയിട്ടുള്ള നിരവധിയായ ക്രമക്കേടുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എന്ത് വേണം എന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായ തോതിലുള്ള പരാതിയാണ് ഉയർന്നു വരുന്നത്. EVM-നെ സംബന്ധിച്ചുള്ള പരാതിയുണ്ട്. വോട്ടർ പട്ടികയിൽ അനധികൃതമായ ആളുകളെ ചേർക്കുന്നതിനുള്ള പരാതിയുണ്ട്. ഇതിനകത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മഹാരാഷ്ട്രയിൽ അട്ടിമറിയാണോ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയത്? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ 4 മാസത്തിനിടെ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവില്ലല്ലോ.